നീയും ഈ ഫീൽഡിൽ ആദ്യമായിട്ടാ, അതുകൊണ്ട് നിനക്കൊക്കെ ഈ ഫീൽഡിൽ വളരെ എക്സ്പീരിയൻസ് കുറവായിരിക്കും. അതിനാണല്ലോ ഞങ്ങൾ ചേട്ടൻ്റെ അടുത്തോട്ട് വന്നത്. പിന്നെ ഇതുപോലെ കോളേജ് പിള്ളേർ വേഷം കെട്ടിക്കൊണ്ട് നടക്കുന്ന കണക്ക് വേഷം കെട്ടിക്കൊണ്ടല്ല നമ്മൾ വിളിക്കാത്ത കല്യാണത്തിന് ഞണ്ണാൻ പോകേണ്ടത്. അതിനൊക്കെ കുറച്ച് രീതികളുണ്ട്. കുറച്ച് കാഷ്വലായിട്ട്, അല്ലെങ്കിൽ നമ്മളെ ആൾക്കാർ സ്പോട്ട് ചെയ്യും, ഐഡൻറ്റിഫൈ ചെയ്യും. അത് നമ്മൾ മാക്സിമം ഒഴിവാക്കണം. ഇതുപോലെ തന്നെ ഇത് കുഴപ്പമില്ല, കൊള്ളാം. പിന്നെ ആഹാരം ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് വെച്ച് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് മുഖത്ത് കാണിക്കരുത്. പിന്നെ കാറ്ററിംഗ് പിള്ളേരെ വിളിക്കുന്നതിനൊക്കെ ഒരു രീതിയുണ്ട്. ബ്രോ പപ്പടം താ, ബ്രോ സലാഡ് താ, അച്ചാർ താ, ഇതൊക്കെ ചോദിക്കാവും. അല്ലാതെ ഇറച്ചി താ, മസാല എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് പിടിക്കത്തില്ല. അത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാം. അത് അവസാനം തൂക്കിന്ന് വരില്ല. പിന്നെ തിന്നിറങ്ങിയിട്ട് ഐസ്ക്രീം എടുക്കാൻ പോവുക, എന്നാലേ സംശയം തോന്നാതിരിക്കത്തുള്ളൂ. പിന്നെ നടക്കുമ്പോൾ തല കുനിക്കരുത്, തല ഉയർത്തി പിടിച്ച് എങ്കിലാർക്കും കണ്ണ് കൊടുക്കാത്ത രീതി വേണം നടക്കാൻ. നിങ്ങളങ്ങനെ നടക്കുന്നൊന്ന് നോക്കട്ടെ. ബാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും. ഇത് ആദ്യത്തെ കല്യാണത്തിൽ തന്നെ തോന്നും. അപ്പൊ നമ്മളെ പിടിച്ചാലോ? പിടിക്കപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തുവാ പിടിച്ച് വലിച്ചോ പുത്ര.